ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന CPO എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാതൃകാ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് IPC, CRPC എന്നീ ഭാഗത്തു നിന്നുള്ള മാതൃകാ ചോദ്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എപ്പോഴാണ് നിലവിൽ വരുന്നത്? ഓപ്ഷൻ ബി ആണ് 1872 സെപ്റ്റംബർ 1-നാണ്. ഓക്കെ, 1872 സെപ്റ്റംബർ 1-നാണ് എന്ത് നിലവിൽ വരുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 3 ഭാഗമാണ് ഉള്ളത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 45 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 45 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ്. ഓക്കെ, വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 45. അടുത്തത്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ ബി ജെയിംസ് സ്റ്റീഫൻ ആണ്. അല്ലെ, ജെയിംസ് സ്റ്റീഫൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ്. അടുത്ത ചോദ്യം, എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? എവിഡൻസ് എന്ന് പറയുന്ന പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകൾ എത്ര തരമാണ്? ഓക്കെ, തെളിവുകൾ എത്ര തരമാണുള്ളത്? 9 തരം. അല്ലെ, ഓപ്ഷൻ സി 9 തരമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകൾ ഉള്ളത്. ഓക്കെ, അടുത്തത് ഏഴാമത്തെ ചോദ്യം, കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവ് ഏതാണ്? കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റിയൽ എവിഡൻസ് ആണ്. അല്ലെ, റിയൽ എവിഡൻസ്. അടുത്തത്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? അധ്യായങ്ങൾ എത്രയാണുള്ളത്? ഓപ്ഷൻ ഡി 11 അധ്യായങ്ങളാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. സാക്ഷിയായി പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴികളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 52. അത് തെറ്റാണ്. അടുത്തത് നോക്കാം. ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താം. അത് ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും വിധേയമാണ്. അതും ശരിയാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലിസ്റ്റ് എവിഡൻസ് എന്ന് അറിയപ്പെടുന്നത്. ലിസ്റ്റ് എവിഡൻസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, പ്രൈമറി എവിഡൻസ് ആണ്. അല്ലേ, ലിസ്റ്റ് എവിഡൻസ് എന്ന് അറിയപ്പെടുന്നത് പ്രൈമറി എവിഡൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. അല്ലേ, തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ അത് ഉൾപ്പെടുന്നതാണ്. ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയിലുകൾ ഉൾപ്പെടുന്നതാണ്. ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോ അതും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട് മറ്റൊരാൾ പറയുന്നത് സെക്കൻഡറി അല്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം. വകുപ്പുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ ഡി 167 വകുപ്പുകളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഭാഗങ്ങൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? വസ്തുതകളുടെ പ്രസക്തി ശരിയാണ്. തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും അതും ശരിയാണ്.
തെളിവിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വരുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് പ്രതിപാദിക്കുന്നത്? വസ്തുതകളുടെ പ്രസക്തി, തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും, തെളിവിനെ സംബന്ധിച്ച്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 27 ആണ്. ഓക്കെ, 27. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായിട്ടുള്ള ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 27 ആണ്. അടുത്തത്, മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 32 ആണ്. മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷനാണ് ഓപ്ഷൻ സി, 32ാമത് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയോ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മാതൃകാ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളും കൂടെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലിടും. ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം. താങ്ക്